ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് 11ാമത്തെ നോമ്പിന് നമ്മളെ വീട്ടിൽ നോമ്പ് തുറയാണ് കേട്ടോ. എൻ്റെ വീട്ടുകാരും ഓളെ വീട്ടുകാരും ആണെന്ന് വരുന്നത്. പിന്നെ ഇവിടെയുള്ള കുറച്ച് ആൾക്കാരും മൂത്തമ്മമാരും ഒക്കെ ചെറിയൊരു തുറയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആ ഉള്ളി ഇത് അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. എല്ലാത്തിനും ഉള്ളി വേണ്ടതുകൊണ്ട് കുറേ ഉള്ളിയുണ്ട്. പിന്നെ ഇതാ ഉന്നക്കായ്ക്കുള്ള തേങ്ങ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കട്ട്ലേറ്റിനുള്ള ഉരുളക്കിഴങ്ങ് ഇതാ വിസിലരിയുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ അമ്മായി ഇവിടെ വെളുത്തുള്ളി ഇതാ തോരൊഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഞ്ചി ഇതാ ഉന്നക്കായി ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോതാ. എല്ലാം റെഡിയാണ്. ഇതാ ജസ്ന ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ അതാ തത്തക്കുട്ടി ഉണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ട് അങ്ങനെ കേൾക്കുന്നത്. മുസക്ക് കട്ട്ലേറ്റിനുള്ളതാ മസാല ഇതാ ഒന്നിച്ചാട്ടതാക്കുന്നത്. എന്നിട്ട് ഇതിന്ന് ഇതാ ഉരുളക്കിഴങ്ങ് ഇതാ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആക്കണം. ഇതാ ഞങ്ങളിതാ ഉന്നക്കായി ഇതാ ഇവിടെ റെഡിയായി. ഇനി ഇതാ ഞങ്ങൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാവ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റെഡിയാക്കണം. കട്ട്ലേറ്റിനുള്ള മാവിൽ ഇതാ ഉരുളക്കിഴങ്ങ് ഭയങ്കരമായിട്ട് അലിഞ്ഞു കിട്ടും. അപ്പോൾ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ. എന്നാലും ഞങ്ങൾ കുറേ എണ്ണൊക്കെ ഇതാ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. എന്താവും അറിയില്ല. അതാ കട്ട്ലേറ്റ് ഇതാ അവിടെ റെഡിയാക്കി ഞങ്ങൾ. പിന്നെ ഇതാ അലിമൂത്തം അവിടെ ഇതാ സമൂസക്കുള്ള മാവ് ഇതാ പറ്റുന്നുണ്ട്. ഇതാ സമൂസ ഇതാ ഉണ്ടാക്കുന്നു. അങ്ങനെ ഇതാ നേരുവത്തിരി ഉണ്ടാക്കാൻ ഇതാ ഉമ്മ ഇതാ ചുള്ളുണ്ട്. നേരുവത്തിരി ഇതാ പലഹാരങ്ങളൊക്കെ അതാ അവിടെ ഞങ്ങൾ ആക്കി വെച്ചിട്ട് ഇതൊക്കെ ഇനി പൊരിക്കാനേ ഉള്ളൂ കേട്ടോ. എല്ലാം റെഡി ആയിട്ടുണ്ട്. കാക്കൻ്റെ സ്പെഷ്യൽ കടായി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ വയ്യ ഉണ്ടാക്കുമ്പോൾ കണ്ണച്ചത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയതാ. ഇന്നതാ കണ്ണച്ചത്തിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആവുന്നേ ഉള്ളൂ. കടായി ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ പൊരിച്ചതായി ഇട്ടിരിക്കുന്ന ഒക്കെ പുറത്ത് പുതിയ സ്റ്റൗവൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആകെ ഒരു ഷെഫാണ്. അലിമുത്തമ്മ കടായിലേക്കുള്ള തക്കാളി അരിയുണ്ട്. കടായി ഇതാ റെഡി ആയിട്ടോ. കാക്കൻ്റെ കടായി സൂപ്പറാണ്. കണ്ണച്ചത്തിരി ആയി കായ് കണ്ടു ചട്ടിയിലൊക്കെ പൊരിക്കുന്നത്. മൂത്തമ്മമാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ പണി കഴിഞ്ഞ് കണ്ട് റെസ്റ്റ് എടുക്കാട്ടെ കായ്. ഇതാ ആയിഷമൂത്ത ഇതന്നോട് വർത്താനം പറയാട്ടോ. അവള് ഇവിടെ ഇല്ല. ഓളെ ഒക്കെ ഭയങ്കര സങ്കടമുണ്ട്. ഇതാ ഒരു ഹായ് പറയ്. ഹായ് ഹായ് വർത്താനം പറഞ്ഞോ. ഇതാ നോമ്പ് തുറക്കുള്ള ഗ്ലാസും ഇതാ സ്പൂണും കയ്യിലും ഇതാ പിന്നെ പ്ലേറ്റും ഉണ്ട്. ഇതൊക്കെ അവിടെ വെച്ചിരിക്കുന്നു കേട്ടോ. ഇതൊക്കെ മതിയാവുമെന്ന് വിചാരിക്കുന്നു. ഇതാ ഇവിടെ ഇതാ മൂത്തമ്മമാരൊക്കെ ഇതാ ഇതിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് എമി. ഹായ് വീട്ടിലെത്തായക്കളെ ഇന്നെന്താ അറിയില്ല. നല്ല മഴക്കാറുണ്ട്. നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അറിയില്ല. ഇതാണ് എന്താ കാര്യം.
അങ്ങനെ നല്ല മഴ പെയ്തിട്ടോ. ഇത്രയും നല്ല വെയിലിതാ, നന്നായിട്ട് മഴ. നോമ്പ് തുറക്കാനായി നോമ്പ് കഴിഞ്ഞിട്ട് കാണാം. സ്പെഷ്യൽ ബിരിയാണി. അവൻ പറഞ്ഞു അടുത്ത സെക്ഷൻ എന്താ, ഫുഡ് കഴിക്കണ്ട, ഇതൊക്കെ ഉണ്ടോ കാര്യം. അതാ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് ഒക്കെ അലങ്കോലായി കളിക്കാണ്. അപ്പൊ ഇതാ ഞങ്ങൾ നന്നാക്കുക ഗായ്സ്. ഫുള്ള് പൊടിയും പടലവും പാത്രം എത്രയോ കഴിഞ്ഞ് കൊറേ പാത്രം ഇതൊക്കെ ഇപ്പൊ കഴിഞ്ഞു. അക്കാക്കത് പോണ ടാറ്റാ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞ ഗായ്സ്, നമ്മളിത് റെഡി ആക്കിയിട്ട് കാണാം. ബൈ.